നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി മോദി അഭയം നൽകുമ്പോൾ നാം അറിയേണ്ട കാര്യങ്ങൾ. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോട് ഒരു എളിയ അഭ്യർത്ഥന. നിങ്ങൾ ഈ ചാനൽ കാണുന്നുവെങ്കിൽ, ഈ വീഡിയോ കാണുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, ഇനി വിഷയത്തിലേക്ക് കിടക്കാം. ഭരണകൂടത്തോടുള്ള വൻ ജനരോഷത്തിൽ പ്രാണരക്ഷാർത്ഥം പലായനം ചെയ്ത് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് ഇന്ത്യയാണല്ലോ അഭയം നൽകിയിരിക്കുന്നത്. ബംഗ്ലാദേശിലുണ്ടായ വൻ ജനരോഷത്തിൽ, പ്രത്യേകിച്ച് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൽ, ഷെയ്ഖ് ഹസീന പ്രക്ഷോഭത്തെ അതിക്രൂരമായി അടിച്ചമർത്തുക വഴി പതിനായിരക്കണക്കിന് ജീവനുകളാണ് അതിദയനീയമായി പൊലിഞ്ഞത്. ശ്രീലങ്കയിൽ നടന്നതുപോലെ കാര്യങ്ങൾ കൈവിടുമെന്ന ഘട്ടമായപ്പോൾ ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് സഹായം അഭ്യർത്ഥിച്ചു. ഇന്ത്യ അവർക്ക് സ്വാഗതം അരുളുകയും ചെയ്തു. സത്യത്തിൽ ഇത്രമാത്രം ജനരോഷം ഏറ്റുവാങ്ങേണ്ട ഒരു പ്രധാനമന്ത്രിയായണോ ഷെയ്ഖ് ഹസീന? ഏതാണ്ട് പല തവണകളായി 20 വർഷത്തോളം അവർ ബംഗ്ലാദേശിൻ്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ബംഗ്ലാദേശിൻ്റെ ഉന്നമനത്തിനായി അവർ അതിശക്തമായി പോരാടുകയും ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്ദിരാഗാന്ധിയെ വിളിച്ചിരുന്നതുപോലെ ഉരുക്കു വനിതയെന്നാണ് ഷെയ്ഖ് ഹസീനയെ അവിടെ മാധ്യമങ്ങൾ വിശേഷിപ്പിച്ചിരുന്നത്. ഏതായാലും കുറച്ചു കാലങ്ങളായി ഷെയ്ഖ് ഹസീന ഇന്ത്യയിൽ അഭയാർത്ഥിയായി കഴിഞ്ഞു വരികയാണല്ലോ. അതിനിടയിലാണ് ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക ഭരണാധികാരിയായി ചുമതലയേറ്റ യൂനുസ് മുഹമ്മദ് ബംഗ്ലാദേശിൻ്റെ താൽക്കാലിക പ്രധാനമന്ത്രിയെ ചുമതലയേറ്റിയ യൂനുസ് മുഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിക്കുന്നത്. ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഇന്ത്യയുടെ അഭയാർത്ഥിയായി ഇന്ത്യയിലാണുള്ളത്. അവരുടെ ചോരയ്ക്കായി മുറവിളി കൂട്ടുന്ന ബംഗ്ലാദേശ് ഭരണകൂടം അവരെ വിട്ടുകിട്ടണമെന്ന് ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ തങ്ങളുടെ സംരക്ഷണയിലുള്ള ഹസീനയെ വിട്ടുകൊടുക്കില്ലെന്ന് ഇന്ത്യ ശക്തമായി തുറന്നടിക്കുകയും ചെയ്യുന്നു. ഇതിനിടെ ചില കാര്യങ്ങൾ പറയാതെ വയ്യ. ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിജി ഒരു കടുത്ത മുസ്ലിം വിരോധിയാണെന്നാണ് എല്ലാ മുസ്ലിങ്ങളെയും പറയുന്നില്ല, മുസ്ലിങ്ങൾ കരുതുന്നത്. പല പല കുൽസിത നിയമങ്ങളുണ്ടാക്കി മോദിജി തങ്ങളെ നാട് കടത്തുമെന്ന് അവർ ഭയക്കുന്നു. മോദിജി അധികാരത്തിലുള്ളത് മുതൽ മുസ്ലിങ്ങൾ ഭീതിയോടെയാണ് മോദി ഭരണകൂടത്തെ നോക്കിക്കാണുന്നത്. ഇതുവരെ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ലതാനും. ഒരു തികഞ്ഞ കോൺഗ്രസ് ഫാനായ ഈയുള്ളവനും മോദിയെ ശക്തമായി വെറുത്തിരുന്നു. പക്ഷേ അതെല്ലാം തെറ്റായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. എല്ലാ മുസ്ലിം സഹോദരന്മാരും സഹോദരിമാരും കണ്ണു തുറന്ന് മനസ്സ് തുറന്ന് ചിന്തിക്കുക. മോദിജി ഒരു മുസ്ലിം വിരോധിയാണോ? മോദിജി മുസ്ലിം വിരോധിയാണെങ്കിൽ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ജീവനോടെ അവശേഷിക്കില്ലായിരുന്നു. മുസ്ലിം വിരോധം മനസ്സിലുണ്ടെങ്കിൽ ഷെയ്ഖ് ഹസീനയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭയം കൊടുക്കില്ല. അവർ പ്രധാനമന്ത്രിയായിരുന്ന രാജ്യത്ത് വൻ പ്രക്ഷോഭം ഉണ്ടാക്കി
പാലായനം ചെയ്തു വന്നതാണ്. അവർക്ക് അഭയം കൊടുത്താൽ മറ്റു രാജ്യങ്ങൾ മോദിജിയെ തെറ്റുകാരനായാണ് കാണുക. പക്ഷേ എല്ലാം അവഗണിച്ച് മോദിജി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം കൊടുക്കുകയാണ്. ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ച് തങ്ങൾക്ക് വിട്ടുകിട്ടണമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം അതിശക്തമായി മോദിജിയോട് ആവശ്യപ്പെടുകയാണ്. പക്ഷേ മോദിജി അതിന് തയ്യാറാവുന്നില്ല. തങ്ങൾ അഭയം കൊടുത്ത ഷെയ്ഖ് ഹസീനയെ ഒരിക്കലും വിട്ടുകൊടുക്കില്ല, എന്ത് വില കൊടുത്തും സംരക്ഷിക്കുക തന്നെ ചെയ്യും. മോദി ഉറച്ച നിലപാടെടുത്തിരിക്കുകയാണ്. ഇതിലൂടെ മോദിജിയുടെ യശസ് വാനോളം ഉയരുകയാണ്. മോദി വിരുദ്ധരും മോദി ഫാനായി മാറിയിരിക്കുന്നു. ഏത് ആപൽഘട്ടത്തിലും തങ്ങൾക്ക് രക്ഷാകവചമൊരുക്കി മോദി ഒരു രക്ഷകനെ പോലെ തങ്ങളെ കാത്തുകൊള്ളുമെന്ന് അവർ കരുതുന്നു. എന്തിന് മുസ്ലിം ജനത പൊടുന്നനെ മോദി ഫാനായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയുടെ രക്ഷകനായി മോദിജി ഇനിയും ദീർഘകാലം ഭരിക്കട്ടെ. ഓക്കെ, നിർത്തുന്നു. നന്ദി, നമസ്കാരം.